മെന്റൽ അസൈലങ്ങളും ഹോസ്റ്റലുകളും ഒക്കെ ആയിരിക്കും. പിന്നെ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യുന്ന വീടുകളിലും അവർ പോയി കയറും. മെന്റൽ അസൈലം, അതൊരു നല്ല പോയിന്റ്. ശരത്തിന് അത്തരം സ്ഥലങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. പണ്ട് ആ ശരവണ്ണനെ കണ്ടുപിടിച്ചതും അതുപോലൊരു സ്ഥലത്തു നിന്നല്ലേ? പക്ഷേ ആ ആശുപത്രി ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ പകരം വേറെ എവിടെയെങ്കിലും കാണും. എന്തായാലും മിടുക്കന്മാരായ പോലീസുകാരുടെ ഒരു ടീമാണ് രൂപീകരിക്കാൻ പോകുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് SP നേരിട്ടായിരിക്കും. ഇത്തവണ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ ശരത്തെ? ജയിലിൽ പോവാൻ തയ്യാറായിക്കോ തങ്കച്ചി? എന്തു പറ്റി? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു, അതും SP-യുടെ നേതൃത്വത്തിൽ. വന്നോട്ടെ, അതിന് എനിക്കെന്താ? അവരന്വേഷിക്കാൻ പോകുന്ന കേസാണെന്ന് അറിയാവോ? പ്രേമയുടെയും പാർവതി അമ്മയുടെയും മിസ്സിംഗ് കേസ്. ഓ, അത് ശരി. അപ്പൊ നീ അകത്ത് പോവുമല്ലോ. ഞാൻ മാത്രമല്ല, പലരും അകത്ത് പോവും. ഞാനും. അതെ തങ്കച്ചി. മോനെ ശരത്തെ, നിന്നെ പോലുള്ള ഒരുപാട് അഴുക്കുകളെ കണ്ടും ഇടപഴകിയും തന്നെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. ആദ്യമൊക്കെ നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ചെറിയൊരു പേടി തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നില്ല. കാരണം 2 കേസിലും ഞാനല്ല തെറ്റുകാരി. നിനക്കൊരാവശ്യം വന്നപ്പോ സഹായിച്ചു എന്നുള്ള നേരാ. അതില് ഞാൻ കുടുങ്ങും എന്നുള്ള സ്ഥിതി വന്നാ ചെയ്യേണ്ട എന്താന്ന് എനിക്ക് നല്ല പോലെ അറിയും. ഈ വള്ളം ഞാനങ്ങ് മുക്കും. മുങ്ങിച്ചാവാൻ പോകുന്നതേ നീ മാത്രമായിരിക്കും. എന്റെ പൊന്ന് തങ്കച്ചി, ഞാൻ വഴക്കിടാൻ വേണ്ടി അല്ല വിളിച്ചത്. ഈ അന്വേഷണത്തിന് എങ്ങനെ നേരിടാമെന്ന് പറ. അല്ല, തങ്കച്ചിക്ക് ഉന്നതങ്ങളിൽ നല്ല സ്വാധീനമുള്ളതല്ലേ. എങ്ങനെയെങ്കിലും ഈ അന്വേഷണം ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ തടയാൻ നോക്കുന്നു എന്നറിഞ്ഞാ അപ്പൊ തന്നെ നമ്മൾ സംശയത്തിന് നിഴലാവും. വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ഇനി എന്ത് ചെയ്യുമെന്ന് പറ. നടക്കുന്ന ഒരു കാര്യം പറയാം. പാർവതി അമ്മയെ ഒരു ടീമും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കണ്ടുപിടിക്കാതെ ഞാൻ നോക്കിക്കോളാം. പ്രേമ അവരെങ്ങനെ ഒളിപ്പിച്ചു വെക്കാന്ന് നീ ആലോചിക്കും. അതെങ്ങനെയാണെന്ന് ഒരു വഴിയും തെളിയുന്നില്ല തങ്കച്ചി. നല്ലോണം ആലോചിക്ക്. പാർവതിയുടെ പേരിൽ നീ ഒരിക്കലും അകത്ത് പോവില്ല. ഞാനും. പ്രേമയുടെ കാര്യം എനിക്കറിയില്ല. അത് നിന്റെ യോഗം പോലെ ഇരിക്കും. ഫോൺ വച്ചിട്ട് ചിന്തിക്ക്. എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ല. ഹലോ, ഞാനാ സ്വാമി, ശരത്ത്. എന്താ ശരത്ത്? സ്വാമി ഇപ്പൊ എവിടെ ഉണ്ട്? അതാണോ തനിക്ക് അറിയേണ്ടത്? ഞാൻ എവിടെയാണെങ്കിൽ തനിക്കെന്താ? കാര്യം എന്താന്ന് പറയാം. എനിക്ക് സ്വാമി ഒന്ന് കാണണം. സ്വാമിക്കും ഗുണമുള്ള കാര്യ. അതെന്താടാ എനിക്ക് ഗുണമുള്ള കാര്യം? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാവുന്നേ. ഫോണ് കൂടി പറഞ്ഞൂടെ?
അങ്ങനെ പറയാൻ പറ്റില്ല. ലീക്കാവാൻ പാടില്ല. അപ്പൊ കുഴപ്പം പിടിച്ച കേസാണല്ലോ. പറയുന്നത് താനാവുമ്പം പിന്നെ അങ്ങനെയുള്ള കേസായിരിക്കല്ലോ. ശരി, കണ്ടുകളെ. എനിക്ക് ഗുണമുള്ളതാണെങ്കിൽ മാത്രമേ ഞാനത് അറ്റൻഡ് ചെയ്യൂ. അല്ലെങ്കിൽ ആ നിമിഷം ഞാനത് വിടും. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനിന്നൊരു ജോത്സ്യനെ കണ്ടായിരുന്നു. എന്തിന്? ഈ വീടിന്റെ മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാൻ പോയതാ. പ്രശ്നം വെച്ചപ്പോഴല്ലേ സത്യം എന്താന്ന് അറിയുന്നേ. ഈ വീട്ടിലെ ഒരു ബാധയുണ്ടെന്ന്. ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. വെറുതെ ജോത്സ്യനുണ്ട് കാശും കൊടുത്തു. അതല്ല, ഈ അടുത്ത ബാധ ഈ വീട്ടിലേക്ക് വന്നത്. ജോത്സ്യം പറഞ്ഞ ആ കാറാ പ്രശ്നം എന്നാ. ഇത് ഞാൻ പറഞ്ഞ അപ്പൊ എന്നെ പുച്ഛമായിരുന്നു. നീ ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഇനി ആ കാർ ഇവിടെ വേണ്ട. അതൊന്ന് ഇങ്ങോട്ടേലും മാറ്റണം. വിറ്റുകളാ, അതാ നല്ലത്. അതിന് പ്രിയ സമ്മതിക്കണ്ടേ? പ്രിയ അറിയാതെ വേണം ആ കാർ ഇവിടുന്ന് മാറ്റാൻ. മാറ്റിക്കോ, അതിന് എന്നോട് പറയുന്നത്. അതിന് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. നീ വേണം അതിവിടെ നിന്ന് മാറ്റാൻ. ഞാൻ സ്റ്റാർട്ട് ചെയ്തൊന്നും ആ കാർ സ്റ്റാർട്ടാവില്ല. അല്ല, അതിപ്പോ ഒരു തവണ അങ്ങനെ പറ്റിയെന്ന് കരുതി എല്ലാ തവണയും അത് പറ്റണമെന്നില്ലല്ലോ ശരത്തെ. ഇത്തവണ അത് ശരിയാവും. ശരിയാവണല്ലോ. ഇന്ന് രാത്രിക്ക് രാത്രി ആ അപശകുനം പിടിച്ച കാർ ഇവിടുന്ന് പോയിരിക്കണം. അല്ലെങ്കിൽ പ്രശ്നാ. കാറ് മാറ്റുന്ന തന്നെയാ നല്ലത്. എനിക്കും അത് തന്നെ ഇഷ്ടം. ഞാൻ മാറ്റുന്ന പ്രശ്നം. എന്നെ കൊണ്ട് അത് സാധിക്കില്ല. സാധിക്കുന്നേ. ഇങ്ങനൊരവസ്ഥയില് എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അല്ല, എന്തിനും നീ വിളിക്കാറുള്ള ഒരുത്തുണ്ടായിരുന്നല്ലോ. അവനെന്താ നീ വിളിക്കായിരുന്നേ? അത് സിദ്ധു ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളാ. ഞാൻ പറഞ്ഞപ്പോ സിദ്ധുവിനെ കളിയാക്കാനാ വന്നത്. സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോളാം. അത് വേണ്ട. ആദ്യമായിട്ട് നീ വന്ന് ചോദിക്കുന്നല്ലേ, സഹായിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഗീത, ഞാൻ അടുത്ത് മാറ്റാം. നശ്യന്തു ശിവാജ്ഞയാ